എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യണേ. താങ്ക് യു. നമസ്കാരം. നമുക്ക് ഇനിയൊരു നെഗറ്റീവ് കേട്ടല്ലോ. 4000 EVM കത്തി. BJP വോട്ട് മോഷണം നടത്തിയ എല്ലാ തെളിവുകളും നശിപ്പിച്ചു. ഇങ്ങനെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്നത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഇത് തന്നെയാണോ സത്യം? നമുക്കൊന്ന് കണ്ടു നോക്കാം. പശ്ചിമ ബംഗാൾ സൗത്ത് 24 പരഗനാസ് ജില്ലയിലെ പരിഷിത് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിൽ തീപിടുത്തം. ആദ്യം തീപിടിച്ചത് 3ാമത്തെ നില. അവിടെ ആരുടെ ഓഫീസാണ്? ജഹാംഗീർ ഖാൻ്റെ ഓഫീസ്. ഫാൾട്ടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ ഭീഷണിപ്പെടുത്തൽ ആരോപണങ്ങളിൽ പേരുകേട്ട വ്യക്തി. പിന്നെ തീ കത്തിയത് 8ാമത്തെ നിലയിലാണ്. 3 നേരെ 8ലേക്ക്. അവിടെ എന്താണെന്ന് വെച്ചാൽ മിഡ് ഡേ മീൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് 8ാമത്തെ നിലയിലുള്ളത്. അതായത് 100 കോടി രൂപയിൽ അധികം വരുന്ന അഴിമതി ആരോപണങ്ങൾ, പിന്നെ CBI അന്വേഷണം നടക്കുന്ന വിഭാഗമാണത്. ഇവിടെയും തീയിട്ട് അതിനുശേഷം നമ്മൾ നേരെ 8ാമത്തെ നിലയിൽ നിന്ന് 9ാമത്തെ നിലയിലേക്ക് 10ാമത്തെ നിലയിലേക്ക് വരുന്നു. അവിടെയാണ് EVM തെരഞ്ഞെടുപ്പ് രേഖകളും സൂക്ഷിക്കുന്ന സ്ഥലം. പക്ഷേ മറ്റൊരു ചോദ്യം, അതായത് 2024 ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ അഭിഷേക് ബാനർജി വൻപൻ വിജയത്താണ് ജയിച്ചത്. സോ ആ വിജയത്തിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയുമായിട്ടുള്ള രേഖകളൊന്നും അവിടെ കണ്ടില്ല. അവയുടെ അവസ്ഥ എന്താണ്? EVM ഡേറ്റയുടെ കാര്യങ്ങൾ പിന്നെ സാങ്കേതികമായിട്ട് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ കത്തിപ്പോയ ഡേറ്റകൾ എന്ത് ചെയ്യും? അപ്പോൾ അത് തിരികെ കിട്ടില്ല. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തീപിടുത്തത്തിൽ ആർക്കാണ് ശരിക്കും ഗുണമുണ്ടായത്? നിങ്ങൾ പറ. നെഗറ്റീവ് കേൾക്കുമ്പോൾ നല്ല സുഖമായിരിക്കും, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ബുദ്ധിമുട്ട്. ജനങ്ങളെപ്പോഴും ആ ഒരു വരി തേടിയാണ് വിധി എഴുതുന്നത്. പക്ഷേ സത്യം എപ്പോഴും ആ ഒരു വരിയുടെ അപ്പുറമായിരിക്കും. നെഗറ്റീവല്ല, വസ്തുതകളാണ് മനസ്സിലാക്കേണ്ടത്. ജയ് ഹിന്ദ്.